ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് നടക്കുമ്പോൾ ക്രൈസ്തവർ ഓർക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. 80-20 അനുപാത വിഷയത്തിൽ ക്രൈസ്തവരെ പിന്തുണച്ച ഏത് പാർട്ടിയാണ് ഇന്ന് കേരളത്തിലുള്ളത്? 80-20 വിഷയത്തിൽ ക്രൈസ്തവ സമുദായത്തിലെ ചില വ്യക്തികൾ കേസ് നടത്തി ക്രൈസ്തവർക്ക് അനുകൂലമായി വിധി സമ്പാദിച്ചപ്പോൾ ആ വിധിയെ അനുകൂലിച്ച് സംസാരിക്കാൻ ക്രൈസ്തവർ പിന്തുണച്ചു വരുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തയ്യാറായിരുന്നോ? ആ വിധിയെ തോൽപ്പിക്കാൻ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വിധിക്ക് എതിരെ നിലപാടെടുത്തപ്പോൾ ഗവൺമെൻറ് നിലപാട് തെറ്റാണ് എന്ന് പറയാൻ ആർജവം കാണിച്ച എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇന്ന് കേരളത്തിൽ? പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനും ലവ് ജിഹാദിനുമെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ വാളെടുക്കാത്ത എത്ര രാഷ്ട്രീയ സംഘടനകളുണ്ട്? ക്രൈസ്തവ സമുദായത്തെയും ക്രൈസ്തവ സന്യാസത്തെയും അവഹേളിക്കുന്ന കക്കുകളി നാടകം കേരളം മുഴുവൻ പ്രദർശിപ്പിക്കാൻ ഇടതുപക്ഷം മുന്നിട്ട് ഇറങ്ങിയപ്പോൾ അത് തെറ്റായ നടപടി ആണ് എന്ന് പരസ്യമായി ഉറക്കെ പറയാൻ വലതുപക്ഷം തയ്യാറായി മുന്നോട്ട് വന്നോ? പ്രദർശനമെല്ലാം തീർന്ന് നാടകക്കാർ പെട്ടിയും പൂട്ടി പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി തീർത്തതല്ലാതെ ലവ് ജിഹാദിനെതിരെ ബോധവൽക്കരണം നടത്താൻ കത്തോലിക്ക സഭ കേരള സ്റ്റോറി എന്ന ചിത്രം ക്രൈസ്തവ യുവജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ അതിനെതിരെ ഉറഞ്ഞുതുള്ളി ഇറങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെയെന്നും ക്രൈസ്തവർ ഓർക്കണം. ക്രൈസ്തവ സമൂഹത്തിൻ്റെ അധസ്ഥിതാവസ്ഥ പരിഹരിക്കുന്നതിനായി JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ചെറുവിരൽ പോലും അനക്കാത്തവർ ആരെല്ലാം എന്നും ക്രൈസ്തവർ മറന്നു പോകരുത്. വിഴിഞ്ഞം സമരത്തിൽ തിരുവനന്തപുരം അതിരൂപത തീരദേശ ജനതയ്ക്കൊപ്പം നിന്ന് അവരുടെ അതിജീവനത്തിന് വേണ്ടി പോരാടിയപ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ടതിന് പകരം അവരെ കിരാതമായ പോലീസ് നടപടികളിലൂടെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നത് ആരാണ്? മലയോര ക്രൈസ്തവരെ വളരെ പ്രതികൂലമായി ബാധിച്ച വന്യമൃഗ ആക്രമണ വിഷയത്തിൽ ഗൗരവത്തോടെ അവർക്കൊപ്പം നിന്ന രാഷ്ട്രീയ പാർട്ടികൾ എത്ര പേരുണ്ട് കേരളത്തിൽ? പൂഞ്ഞാറിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ, അമൽ ജ്യോതിയിൽ ആസൂത്രിത സമരം നടന്നപ്പോൾ, കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഹിജാബ് വിവാദമുണ്ടായപ്പോൾ, വിശുദ്ധ ബൈബിൾ പരസ്യമായി കത്തിച്ചപ്പോൾ അവരിൽ എത്ര പേർ ക്രൈസ്തവർക്കൊപ്പം നിന്നു എന്നും പരിശോധിക്കേണ്ട സമയം ഇത് തന്നെയാണ്. വിശുദ്ധ ബൈബിളും തിരുസഭയുടെ പഠനങ്ങളും അനുസരിച്ച് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തിന്മയായ സ്വവർഗഭോഗം, അതിലേക്ക് നയിക്കുന്ന സ്വവർഗ വിവാഹം തുടങ്ങിയ വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്താണ്? നിലവിൽ തന്നെ 50% സംവരണം നടപ്പിലാക്കിയതിനാൽ ക്രൈസ്തവർ അടക്കമുള്ള സംവരണ ആനുകൂല്യം ലഭിക്കാത്ത സമുദായങ്ങൾക്ക് EWS ഭിന്നശേഷി സംവരണവും കഴിഞ്ഞാൽ ലഭിക്കുന്നത് 36 അവസരങ്ങൾ മാത്രമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് ജാതി സംവരണം വീണ്ടും ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചവരിൽ ക്രൈസ്തവർ പിന്തുണയ്ക്കുന്ന പാർട്ടികളുണ്ടോ? ഒരിടത്ത് സംവരണം ഉയർത്തുമ്പോൾ മറ്റൊരിടത്ത് ഉള്ള അവസരം കൂടി നഷ്ടപ്പെടുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇവർ ഇതൊക്കെ ചിലരെ മാത്രം സഹായിക്കാൻ വേണ്ടി പറയുന്നത് എന്ന കാര്യം മറന്നു കളയാൻ ക്രൈസ്തവർക്ക് കഴിയില്ല. വനവൽക്കരണ നിയമങ്ങൾ കർശനമാക്കുന്നത് വഴി മലയോര ക്രൈസ്തവർ കുടിയിറക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അവരോട് യാതൊരു പരിഗണനയും കാണിക്കാതെ വനവൽക്കരണ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി നടപ്പിലാക്കുമെന്നും വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്നും വാദിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരോടാണ് കൂടുതൽ മമത? ക്രൈസ്തവരോടാണോ അതോ മറ്റു ചിലരോടാണോ? ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലെ നിരപരാധികളെ ഒരു കാരണവുമില്ലാതെ അതിക്രൂരമായി കൊന്നൊടുക്കിയപ്പോൾ അതിനെ ന്യായീകരിക്കാത്ത എത്ര രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ടായിരുന്നു? അതേസമയം ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ തീവ്രവാദികളാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ നാവനക്കാൻ ധൈര്യമുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട്? ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഇന്ത്യ മഹാരാജ്യത്തെ തന്നെയും ലക്ഷ്യമിട്ട് കേരളത്തിൽ തീവ്രവാദികൾ പടർന്ന് പന്തലിച്ചിട്ടും കണ്ണടച്ചിരിക്കാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് നിലവിൽ കേരളത്തിലുള്ളത്? മുസ്ലിം അയൽ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മത ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ അഭയം നൽകുന്നത് വേഗത്തിലാക്കാൻ CAA നടപ്പിലാക്കിയപ്പോൾ അതിനെതിരെ ഉറഞ്ഞുതുള്ളി CAA റദ്ദാക്കും എന്ന് പറയുന്ന പാർട്ടികൾ ഏതാണ് എന്നും ക്രൈസ്തവർ തിരിച്ചറിയണം. ആ സാഹചര്യത്തിൽ ക്രൈസ്തവ സമുദായത്തിന് മുൻപിൽ ഉള്ള ഒരു പ്രായോഗിക മാർഗം ഇതാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും മതത്തിനും പ്രത്യയശാസ്ത്രത്തിനും അപ്പുറം ഈ നാളുകളിൽ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ മൂല്യങ്ങളെയും ക്രൈസ്തവ സമുദായത്തിൻ്റെ നിലപാടുകളെയും തള്ളിപ്പറയാത്തവരും ക്രൈസ്തവ സമുദായത്തിൻ്റെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കുമെന്ന് തെളിയിച്ചവരും ആയ സ്ഥാനാർത്ഥികളെ പാർട്ടിയും ചിഹ്നവും നോക്കാതെ പിന്തുണയ്ക്കുക. അതായത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അനുസരിച്ച് ഓരോ മണ്ഡലങ്ങളിലും വ്യത്യസ്ത നയം സ്വീകരിക്കുക.
മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ചിലരെ ജയിപ്പിക്കാനും ചിലരെ തോൽപ്പിക്കാനും ക്രൈസ്തവ സമുദായത്തിനുള്ള കഴിവ് വിവേകപൂർവം ഇത്തവണ ഉപയോഗിക്കുക. പാർട്ടികൾക്കും ചിഹ്നങ്ങൾക്കും അപ്പുറം ക്രൈസ്തവ വിശ്വാസത്തോടും ക്രൈസ്തവ സമുദായത്തോടും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകളും സമീപനങ്ങളും എന്തായിരുന്നുവെന്ന് പോളിംഗ് ബൂത്തിലേക്ക് കടക്കും മുൻപ് ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. അക്കാര്യം മനസ്സിൽ വെച്ച് വോട്ട് ചെയ്താൽ തീർച്ചയായും ക്രൈസ്തവ സമുദായത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും സ്നേഹിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇത്തവണ ലോകസഭയിലെത്തും. മാത്രമല്ല, ക്രൈസ്തവ സമുദായത്തിൻ്റെ ശക്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയുകയും ചെയ്യും.